എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ആദ്യമേ അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയാനുള്ളൊരു കാര്യം എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകളുടെ വീഡിയോ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൈക്രോയ്ക്കകത്തെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാക്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇത്രയും മാത്രമല്ല, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇനി വരുന്ന എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് എസ്സേ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇത്തവണ പഠിക്കേണ്ട മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും ഓരോ ചാപ്റ്റർ വൈസായിട്ടും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചില 2-3 എസ്സേ ടോപ്പിക്കുകളുടെ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എസ്സേ ടോപ്പിക്സും ഒക്കെ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോയിലെ മാക്രോയിലെ ഗ്രാഫ് ചെയ്തു, മൈക്രോയിലെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 2 പാർട്ടായിട്ടായിരിക്കും മാക്രോയിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടായിരിക്കും ആ ഒരു വീഡിയോയുടെ. ഓക്കെ, ദെൻ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചിരുന്ന ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ബുക്കാണ്. ഇപ്പോൾ എനിക്ക് ആക്ച്വലി എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് മാറ്റി നീറ്റായിട്ടൊക്കെ എഴുതിയെടുക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് വെച്ച് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണല്ലോ. മാക്രോയ്ക്കകത്ത് 1ാമത്തെ പാഠം. അതിനകത്തുനിന്ന് വേറെ കണക്കുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ 2ാമത്തെ പാഠമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ആദ്യമേ തന്നെ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് എക്സാമിൻ്റെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ അത്ര കണ്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് മീൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം, ചോദിച്ചു കൂടാനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എ കാർ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ടഡ് പ്രൊഡക്ഷൻ വിത്ത് എ സ്റ്റോക്ക് ഓഫ് 700 കാർസ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 700 കാറുകൾ വെച്ചിട്ടാണ്. ഡ്യൂറിങ് കറണ്ട് ഇയർ ദ കമ്പനി മാനുഫാക്ചേർഡ് 1200 കാർസ്, ഔട്ട് ഓഫ് വിച്ച് ഇറ്റ് സോൾഡ് 1200 കാർ. അതായത് വേറെ ഒന്നുമല്ല, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 700 കാറുകൾ ഉണ്ടായിരുന്നു. കറണ്ട് ഇയറിൽ 1200 കാറുകൾ അവർ നിർമ്മിച്ചു. അതിൽ 1100 കാറുകൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പം നിലനിൽക്കുന്ന വർഷമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 700 കാറുമായിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കറണ്ട് ഇയറിൽ ഇപ്പോൾ 1200 കാറുകൾ നിർമ്മിച്ചു. പിന്നെന്താ, 1100 കാറുകൾ വിറ്റ് പോവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ദ കറണ്ട് ഇയർ ഇൻവെൻട്രി. ഓക്കെ, കറണ്ട് ഇയർ ഇപ്പോഴുള്ള ഇൻവെൻട്രി ചേഞ്ച് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ കറണ്ട് ഇയറിലെ ഇൻവെൻട്രി ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ്. ഓക്കെ, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ എത്ര വിറ്റഴിച്ചു എന്നുള്ളത് കൊണ്ട് മൈനസ് ചെയ്താൽ മതി, നമുക്ക് കറണ്ട് ഇയറിലെ ഇൻവെൻട്രി കിട്ടും. ഓക്കെ, അതായത് 1200 കാറുകളായിരുന്നു കറണ്ട് ഇയറിൽ അവർ നിർമ്മിച്ചത് അല്ലേ. പിന്നെ എത്ര എണ്ണം വിറ്റുപോയി, സെയിൽസ് എത്ര നടന്നു? 1100 കാറുകളായിരുന്നു അല്ലേ. അപ്പോൾ 1200 നിന്ന് 1100 കുറയ്ക്കുമ്പോൾ 100 നമുക്ക് കറണ്ട് ഇയറിലെ ഇൻവെൻട്രി ചേഞ്ച് ആയിട്ട് കിട്ടുക. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, എന്താണ്? കറണ്ട് ഇയറിൽ 1200 കാറുകൾ അവർ നിർമ്മിച്ചു, 1100 കാറുകൾ വിറ്റഴിച്ചു. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിലെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ് ചെയ്താൽ മതി. അവർ പ്രൊഡ്യൂസ് ചെയ്തത് 1200 ആണ്, സെയിൽസ് നടന്നത് 1100 ആണ്. മൈനസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ കറണ്ട് ഇയർ. ഇതിൻ്റെ പാർട്ട് ബി ചോദ്യമാണ്. അതായത് ഈ ഒരു കറണ്ട് ഇയറിലെ അവസാനം, ഓക്കെ, അതിൻ്റെ എൻഡ് പോർഷനിലുള്ള ഇൻവെൻട്രി ചേഞ്ച് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ. ഓക്കെ, അതായത് ഈ ഒരു കറണ്ട് ഇയറിലെ ഏറ്റവും അവസാനത്തെ ഇൻവെൻട്രി കാണാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഇൻ പ്രീവിയസ് ഇയർ. ഓക്കെ, അതായത് പ്രീവിയസ് ഇയറിൽ ഉള്ള ഇൻവെൻട്രി എത്രയാണോ അതിനെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഇൻ കറണ്ട് ഇയറുമായിട്ട് പ്ലസ് ചെയ്ത് എടുക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ വർഷത്തിൽ എത്രയായിരുന്നു ഇൻവെൻട്രി ഉണ്ടായിരുന്നത്,
അതിനോടൊപ്പം എന്ത് കൂടി കൂട്ടുക, കറണ്ട് ഇയറിലെ ഇൻവെൻട്രി കൂടി കൂട്ടുക. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇക്വേഷൻ കണ്ടിട്ട് അങ്ങനെ മീൻസ് പഠിച്ചു വെക്കാൻ പറ്റില്ല, ഓർമ്മിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്താണ് ഈ കറണ്ട് ഇയറിലെ ഏറ്റവും അവസാനത്തെ ഇൻവെൻട്രി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ കഴിഞ്ഞ കൊല്ലത്തെ ഇൻവെൻട്രി എത്രയാണോ അതും അതുപോലെ തന്നെ ഇക്കൊല്ലത്തെ ഇൻവെൻട്രി എത്രയാണോ അത് രണ്ടും കൂടി കൂട്ടി വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഇൻവെൻട്രിയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു 700 ആണെന്നുള്ളത് അല്ലേ. മീൻസ് ഈ 700 കഴിഞ്ഞ കൊല്ലത്തെ മീൻസ് ലാസ്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 700 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കറണ്ട് ഇയർ ഇൻവെൻട്രി, അതാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 700 100 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 800 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഷോർട്ടായിട്ടൊന്ന് നോക്കാം. എന്തായിരുന്നു, ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് കറണ്ട് ഇയർ ഇൻവെൻട്രി കാണാനാണ്. അപ്പോൾ കറണ്ട് ഇയർ ഇൻവെൻട്രി കാണാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ് ചെയ്താൽ മതി. കറണ്ട് ഇയറിൽ 1200 കാറുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു, 1100 സെയിൽസ് ആയിട്ട് നടന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ കറണ്ട് ഇയറിലെ ഇൻവെൻട്രി കിട്ടും. ആൻഡ് അടുത്ത് ചോദിച്ചത് ഈ കറണ്ട് ഇയറിലെ ഏറ്റവും അവസാനം വരുന്ന ഇൻവെൻട്രി എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്തത്, നേരത്തെ ഉണ്ടായിരുന്ന ഇൻവെൻട്രി കഴിഞ്ഞ പ്രീവിയസ് ഇൻവെൻട്രി ഏതാണോ അതിനെ നമ്മൾ ഇപ്പം കറണ്ട് ഇയർ ഇൻവെൻട്രി ആയിട്ട് ആഡ് ചെയ്ത് വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് 800 ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് വരുന്നതും എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അടുത്ത ഒരു ചോദ്യം, എ ഫേം സ്റ്റോക്ക് ഈസ് 700 crores ഓൺ 1/4/2014. Its stock decreased to 300 crores by 31/3/2015. ഫൈൻഡ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ഓക്കെ, 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ഒക്കെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു ഫേമിൻ്റെ സ്റ്റോക്ക്, നമ്മൾ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, തിയറി പാർട്ടാണ്, അതൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഫേമിൻ്റെ സ്റ്റോക്ക് 700 കോടിയായിരുന്നു 2014. ഓക്കെ, സോ എന്താണ് 700 കോടിയായിരുന്നു. പക്ഷേ 2015 എത്തിയ ടൈമിൽ ആ സ്റ്റോക്ക് 300 കോടിയായിട്ട് കുറഞ്ഞു. 700-ൽ നിന്ന് 300 കോടിയായിട്ട് സ്റ്റോക്സ് കുറഞ്ഞു കേട്ടോ. ഈ സ്റ്റോക്കിൻ്റെ മലയാള വേർഡ് ശേഖരം എന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കാണാനായിട്ടുള്ള കറക്റ്റ് ഇക്വേഷനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊരു എന്താ പറയുക, ഒരു പാട്ട് പോലെയോ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിക്കുക. ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്കിലെ ചേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതായത് നോക്കിയാൽ എവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 300 നമുക്ക് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് എന്നാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണല്ലോ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൽ 300 ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ 700 വെച്ചിട്ട് -400 നമുക്ക് ചേഞ്ച് ഇൻ സ്റ്റോക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇൻവെൻട്രിയുടെ കാര്യത്തിലും ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു ചോദ്യം നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. ഫ്രം ദ ടേബിൾ ഫൈൻഡ് GDP യൂസിങ് ഓൾ 3 മെത്തേഡ്സ് ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് NDP. വേറൊന്നുമല്ല, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ 8 മാർക്കിൻ്റെ എസ്സേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു എസ്സേ കൂടിയാണത്. അതായത് അവിടെ പറയുന്നത് എന്താ, നാഷണൽ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ GDP കാണാനായിട്ട്, ദറ്റ് ഈസ് ദേശീയ വരുമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡുകളാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്, പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 മെത്തേഡ്സും വെച്ചിട്ട് ഈ തന്നിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ GDP കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് മാത്രം പോരാ, അവസാനം നമ്മൾ എന്തുകൂടി കാണണം, NDP കൂടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ പഠിച്ച ടൈമിൽ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ GDP കാണാനുള്ള ഇക്വേഷനാണ് GDP = σNi = 1 QI - σNi = 1 ZI എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. എസ്സേ പഠിക്കുമ്പോൾ നിങ്ങളിത് ഇക്വേഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ GDP കാണാനായിട്ട് ഇവിടെ QI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് അല്ലേ. ദറ്റ് ഈസ് നമ്മുടെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതാണ് ഈ Q എന്ന് പറയുന്നത്. അത് എത്ര തന്നിട്ടുണ്ട്, 1300 തന്നിട്ടുണ്ട്. ഇനി Z എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ ആണ് കേട്ടോ. Z കൺസപ്ഷൻ എന്നുണ്ട് ഇവിടെ.
ദെൻ അത് 400 തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 1300 നിന്ന് എന്താ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ 400 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 900 ഇവിടെ ഉത്തരമായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് GDP കണ്ടുപിടിച്ചപ്പോൾ 900 കിട്ടി. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് GDP = C+I+G+X-M എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആ ഒരു തിയറി പാർട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്കിനി ഓരോ ഈ തന്നിട്ടുള്ള ഡേറ്റയിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ C എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺസപ്ഷൻ ആണ് അല്ലേ? അപ്പോൾ C എവിടെ? കൺസപ്ഷൻ, ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. C എവിടെ ആക്ച്വലി ബ്രാക്കറ്റിൽ ഇങ്ങനെയൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കുക വേണ്ടത്. ഓക്കെ, എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചതായിരുന്നു കേട്ടോ. സോ ദാറ്റ് ഈസ് കൺസപ്ഷൻ എവിടെ വരുന്നത്? 500. പിന്നെ ഏതാ? ഐ വേണം നമുക്ക്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വരുന്നത് 200 ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഏതാ വേണ്ട? G വേണം. ഓക്കെ, ഗവൺമെൻറ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അത് 150 രൂപയാണെന്നുള്ളത് എവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്? C+I+G+X വേണം അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടാണ്, നമ്മൾ എക്സ് എന്ന് പറയുന്നത് 100. അടുത്ത് M ആണ് വേണ്ടത്. M എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടാണ്, അത് 50 വന്നിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമ്മൾ ആ ഒരു ഈ വാല്യൂസ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. C നമ്മൾ 500 കൊടുത്തു. ഇതൊക്കെ ആ ടേബിൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. I 200, G 150, X 100 മൈനസ് M 50 രൂപ അല്ലേ? സോ ദാറ്റ് ഈസ് അപ്പോൾ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 900 എവിടെ ആൻസർ വരുന്നത് GDP. ഓക്കെ, ദെൻ അടുത്ത ഇൻകം മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കുക? GDP = W + R + IN + P എന്നുള്ളതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ Wയും Rഉം INഉം Pയും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ W എന്ന് പറയുമ്പോൾ ഇതവിടെ നോക്കിയാൽ വേജസ് ആണ് W എന്ന് പറയുന്നത്. അത് 300 തന്നിട്ടുള്ളത് അല്ലേ? പിന്നെന്താണ്? ഇനി വരുന്നത് 6 അല്ലേ? അപ്പോൾ 6 എന്ന് പറയുമ്പോൾ റെൻ്റാണ്. റെൻറ്റ് 150 രൂപ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി W + R + IN ആണ് അടുത്ത് വേണ്ടത്. IN ഇൻട്രസ്റ്റ് ആണ് നമ്മൾ IN എന്ന് പറയുന്നത്. അത് 200. ഇനി P എന്ന് പറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. അത് 250 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 300 + 150 + 200 + 250. അപ്പോൾ നമുക്ക് 900 ഇവിടെ GDP ആയിട്ട് കിട്ടുക അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ GDP പ്രോഡക്റ്റ് മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ഇൻകം മെത്തേഡും ഒക്കെ വെച്ച് ചെയ്തപ്പോൾ ഒരു ആൻസറാണ് വന്നത്, 900 വന്നത്. അപ്പോൾ ഇത് ഒരുപോലെ തന്നെ വരണം. ഓക്കെ, GDP ഈക്വൽ ആണ്. അപ്പോൾ ഒരുപോലെ തന്നെ വരണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് ഈക്വലായിട്ട് തന്നെ വരുമെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു GDP കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓൾസോ കാൽക്കുലേറ്റ് NDP കൂടി നമ്മളെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ NDP കാണാനായിട്ടുള്ള ഇക്വേഷനാണ് GDP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി GDP നമ്മുടെ കയ്യിലുണ്ട് 900 അല്ലേ? ഇനി ഈ D എവിടെ നിന്നാണ് കിട്ടുക? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൽ തന്നെ D ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ 20 ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? GDP നമുക്കറിയാം 900 ആൻഡ് അതിൽ നിന്ന് ഈ ഒരു ഡിപ്രീസിയേഷൻ 20 നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര വരിക? 850 വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ NDP കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു 4 മാർക്കിനൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓരോ ഈ ലെറ്റേഴ്സും എന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് തന്നെ എന്താക്കാൻ പറ്റും? നമുക്കത് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് ആക്ച്വലി കുറച്ച് ടഫായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ഓക്കെ, അതായത് മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ചില സ്ഥൂല സാമ്പത്തിക സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട് ഈ ഒരു 2ാമത്തെ പാഠത്തിൽ മാക്രോയിലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒത്തിരി ഇക്വേഷൻസ് പഠിച്ചു വെക്കാനുണ്ട്. സോ ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അല്ല തീരെ പറ്റണില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ഈ ഒരു പ്രോബ്ലം. കാരണം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം വെച്ച് തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പറ്റുന്നുള്ളവർ പക്ഷെ പഠിച്ചു വെക്കുക. കാരണം ഈ ഇക്വേഷൻസ് വെച്ചിട്ട് 1 വേർഡൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇല്ല പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ W എന്നും R IN. ഈ W എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേജസ് ആണ്, R റെൻ്റ് ആണ്, IN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്, P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡിപ്രീസിയേഷൻ ആണ്, NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വരുന്നത്, NFI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഡേറ്റാസ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആർ ദ കമ്പോണൻസ് ഓഫ് GNP ഓഫ് എ കൺട്രി. ഇത് ഇത്രയും ഒരു രാജ്യത്തിൻ്റെ GNPയുടെ കമ്പോണൻസ് എന്ന് പറഞ്ഞ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ഓൾ. എവിടെ ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ എഴുതാൻ മടിച്ചിട്ട് ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ
ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ദറ്റ് ഈസ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതുപോലെ തന്നെ ആ വായിക്കുന്ന രീതിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏതാ വരുന്നത്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, NDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ നോക്കി നോക്കുക, എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ചോദ്യം ചോദിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാം കൂടി ഒറ്റ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആദ്യമേ തന്നെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ഇതാണ്: W+R+IN+P+V+NIT+NFI. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കുക, ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. WR, INP, D, NIT, NFI ഒക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2000 ആണ് നമുക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, ഫാക്ടർ കോസ്റ്റ് ആണ് FC എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് കാണാനായിട്ട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT കുറച്ചാൽ മതി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതായത് ഈ കണ്ടുപിടിച്ചിട്ടുള്ള GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? NIT ആണ് കുറയ്ക്കേണ്ടത്. നമുക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട് 2000 ആണ്. ആൻഡ് NIT നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 100 അല്ലേ? അപ്പോൾ ആ 100 കുറയ്ക്കുമ്പോൾ നമുക്ക് 1900 എന്നാണ് നമുക്ക് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രിസിയേഷൻ ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2000 എന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ? ഡിപ്രീസിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. D എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് 2000-ൽ നിന്ന് ഡിപ്രീസിയേഷൻ 50 നമ്മൾ കുറയ്ക്കുമ്പോൾ 1950 ആണ് നമുക്ക് അവിടെ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്നും പറയാം. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT ആണ്. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? NIT നമ്മൾ കുറയ്ക്കണം. അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് 1950 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. NIT നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 100 കുറയ്ക്കുമ്പോൾ 1850 ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഫാസ്റ്റ് കൂടി പോകണോണ്ട് എനിക്ക് മീൻസ് വേഗത കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലെന്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം കൂടി കൂട്ടി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2000 ആണ് കിട്ടുക. ഓക്കെ, ദെൻ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT കുറച്ചാൽ മതി. NIT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് NIT. അപ്പോൾ നമ്മൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. NIT നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ മൈനസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രിസിയേഷൻ നമ്മൾ കുറയ്ക്കുക. ഡിപ്രിസിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? കുറച്ചവിടെ ആൻസർ 1950 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. NIT ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ തന്നിട്ടുണ്ട് 100. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 1850 ആൻസർ ആയിട്ട് കിട്ടും. സോ ഇനി നിങ്ങൾ നോക്കേണ്ടത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NFI ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട് 2000 അല്ലേ? പിന്നെ നമുക്കിതിൽ നിന്ന് NFI കുറയ്ക്കണം. NFI നെറ്റ് ഫാക്ടർ ഇൻകം ആണ്. അത് 150 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NFI കുറയ്ക്കുക. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു 2000. NFI ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 150. ഓക്കെ, അപ്പോൾ നമുക്ക് 1850 ഉത്തരമായിട്ട് കിട്ടി. ഇനി അടുത്ത GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT കുറയ്ക്കുക. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് 1850 നിന്ന് NIT ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു 100 ആണ്. 1750 ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NFI കുറയ്ക്കണം. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ്
NIT ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഓക്കെ, NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെ തന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ്, 50 എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ കണ്ടുപിടിച്ചത് 1850 ആണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 50 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 1800 ആയിട്ട് കിട്ടും ആൻസർ അല്ലേ. ഇനി അടുത്ത് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എവിടെ ഇത് നിങ്ങൾ വിടുക കേട്ടോ. ഇത് വേറൊരു കാര്യമാണ്. NDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നമുക്ക് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, NDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ 1800. NIT നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 100 ആണ് അല്ലേ. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 1700 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണാൻ GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ ഈ കണ്ടുപിടിച്ച NDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇക്വേഷൻസ് കൃത്യമായിട്ട് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് 1 വേർഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം എഴുതാൻ പറ്റും. ഇങ്ങനെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ എല്ലാം പഠിച്ച് തന്നെ വെക്കുക. ഇനിയും വേറെ കുറച്ച് ഇക്വേഷൻസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യാൻ നമുക്ക് ഇത്രയൊക്കെ മതി. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് GDP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോപ്പിക്ക് ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണ് കേട്ടോ. GDP ഡിഫ്ലാറ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 8 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അന്നേരം നമ്മൾ തിയറി പോർഷൻ കൂടി പഠിച്ച് വെക്കണം നിർബന്ധമായിട്ടും. പക്ഷേ എവിടെ നമുക്കിപ്പോൾ അതെ തിയറി പോർഷൻ എഴുതാൻ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു കണക്കും ചോദിക്കാറുണ്ട് GDP ഡിഫ്ലാറ്റർ റിലേറ്റഡ് ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ GDP ഡിഫ്ലാറ്റർ കണക്ക് മാത്രമായിട്ടും നമുക്കൊരു 3 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. തിയറി പോർഷൻ ടെക്സ്റ്റ് നോക്കി വായിച്ച് പഠിക്കുകയും വേണം കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് ഇതെങ്ങനെയാണ് കണക്ക് ചെയ്യാന്നുള്ളത് മാത്രം പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നോമിനൽ GDP ഫോർ ദ ഇയർ 2001-2002 ഈസ് 1650 ആൻഡ് റിയൽ GDP ഈസ് 1100. ഫൈൻ GDP ഡിഫ്ലാറ്റർ. അതായത് നോക്കിയേ, 2001-2002 എന്ന് പറയുന്ന ആ ഒരു വർഷത്തേക്കുള്ള നോമിനൽ GDP എന്ന് പറയുന്നത് 1650 ആണ്. ഓക്കെ, ആൻഡ് റിയൽ GDP എന്ന് പറയുന്നത് 1100 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം നോമിനൽ GDP തന്നിട്ടുണ്ട് 1650 ആൻഡ് റിയൽ GDP തന്നിട്ടുണ്ട് 1100 എന്ന് അല്ലേ. അങ്ങനെയെങ്കിൽ ഫൈൻഡ് GDP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ച് വെക്കണം. GDP ഡിഫ്ലാറ്റർ ഈക്വൽ ടു GDP ബൈ GDP ഇൻറ്റു 100. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള GDP എന്ന് പറയുന്നത് ഏത് GDP ആണ്, നമ്മുടെ നോമിനൽ GDP ആണ്. സ്മോൾ ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള GDP എന്ന് പറയുന്നത് റിയൽ GDP ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, GDP ഡിഫ്ലാറ്റർ ഈക്വൽ ടു നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. ഓക്കെ, അതിനെ നമുക്ക് ഷോർട്ടായിട്ട് ഈ രീതിക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോമിനൽ GDP ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ പറയുന്നത് ആൻഡ് റിയൽ GDP ആണ് സ്മോൾ ലെറ്ററിൽ പറയുന്നത്. അപ്പോൾ GDP ഡിഫ്ലാറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ, നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്കിവിടെ നോമിനൽ GDP 1650 ആണ് ഇവിടെ എഴുതി നമ്മൾ. അടുത്ത റിയൽ GDP 1100 ആണത് നമ്മളവിടെ എഴുതി 1100 എന്ന്. പിന്നെ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 150 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, കൃത്യമായിട്ട് ഇത് പഠിച്ച് വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ മസ്റ്റായിട്ടും ഇത് പ്രത്യേകിച്ച് എന്നെ നോട്ട് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഓക്കെ, കാരണം ഇത് ഈസിയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 എന്നുള്ളത്. അപ്പോൾ ആ വാല്യൂസ് കൊടുക്കുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യം, ഇതിങ്ങനെ ഒരു രീതിക്ക് ചോദിക്കാറില്ല, പക്ഷേ എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റിലുണ്ട്, GDP of a country at current price is 2000 and GDP at constant price is 3000. Find GDP deflator and interpreter. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് അവിടെ ചോദിച്ചിട്ടുള്ളത്, കറണ്ട് പ്രൈസിലുള്ള GDP 2000 അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രൈസിലുള്ള GDP 3000 ആണ്. അങ്ങനെയെങ്കിൽ GDP ഡിഫ്ലാറ്റർ കാണുക.
ഓക്കെ, ഇത് ആക്ച്വലി നേരത്തെ കണ്ട സെയിം ചോദ്യം തന്നെയാണ്. നമ്മൾ ഈ നോമിനൽ ജി ഡി പിനെയാണ് എന്ത് പറയുന്നത്, കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 2000. ഓക്കെ, ദെൻ നേരത്തെ കണ്ട റിയൽ ജി ഡി പിനെയാണ് അവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് 3000. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ജി ഡി പി ഡിഫ്ലാക്ചർ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ജി ഡി പി ബൈ ജി ഡി പി ഇൻറ്റു 100, ദറ്റ് ഈസ് നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100, 2000 ബൈ 3000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 66.66 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നോമിനൽ ജി ഡി പി എന്നോ റിയൽ ജി ഡി പി ഒന്നോ കൊടുക്കാണ്ട് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് ഒരു ട്വിസ്റ്റായിട്ട് കറണ്ട് പ്രൈസ് എന്ന് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് വന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. കറണ്ട് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനൽ ജി ഡി പി ആണ്, കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ജി ഡി പി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ജി ഡി പി ഡിഫ്ലാക്ചർ കാണാൻ സെയിം ഇക്വേഷൻ തന്നെയാണ്, നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ട് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജി ഡി പി ഡിഫ്ലാക്ചറിൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് രണ്ടാമത്തെ പാഠമാണ് മാക്രോയിലെ. മൂന്നാമത്തെ പാഠത്തിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കുകളൊന്നും വരുന്നില്ല. അടുത്ത 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിലുണ്ട്, 6ാമത്തെ ചാപ്റ്ററിലും വേറെ കണക്കൊന്നുമില്ല. അപ്പോൾ 4ാമത്തെ 5ാമത്തെയും ചാപ്റ്ററിലെ കണക്കുമായിട്ട് നെക്സ്റ്റ് ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് നമുക്ക് കാണാം. ഇത് പാർട്ട് 1 ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ പ്രത്യേകം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനകത്ത് ഗ്രാഫിൻ്റെ വീഡിയോസ്, മൈക്രോയിലെ പ്രോബ്ലംസിൻ്റെ വീഡിയോ ആൻഡ് ഇമ്പോർട്ടൻ്റ് എസ്സേ ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ വൈസ് ടോപ്പിക്സ് അതൊക്കെ ഉണ്ട്. നിങ്ങൾ ഒന്ന് കയറി കണ്ടു നോക്കുക. ആവശ്യമുള്ള വീഡിയോസൊക്കെ എടുത്തൊന്ന് പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ.